حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മുത്തഫരിദ് സബക്ക് നമ്പർ 6. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചത് വുളൂഇൻ്റെ 6 ഫർളുകളിൽ നിന്ന് 2 ഫർളാണ്. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ. ബാക്കി ഫർളുകൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. വസ്സാലിസു, മൂന്നാമത്തെ ഫർള്, ഗസ്ലുൽ യദൈനി, 2 കൈ കഴുകൽ, മാൽ മിർഫഖൈനി, മുട്ട് ഉൾപ്പെടെ. ഗസ്ലു കഴുകൽ, അൽ യദൈനി 2 കൈ, മാൽ മിർഫഖൈനി മുട്ട് ഉൾപ്പെടെ. വറാബിഉ, നാലാമത്തെ ഫർള്, മസ്ഹു ബഅ്ദിർ റഅസി, തല അല്പം തടവൽ. മസ്ഹു തടവൽ, ബഅ്ദി അല്പം, അർ-റഅസി തല. അതായത് തലയുടെ ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം തടവൽ. അത് മുടി തടകിയാലും മതി, അല്ലെങ്കിൽ തലയുടെ ഭാഗത്തിൽ നിന്നുള്ള തൊലി തടകിയാലും മതി. വൽ ഖാമിസു, അഞ്ചാമത്തെ ഫർള്, ഗസ്ലുർ റിജ്ലൈനി മാൽ കഅബൈനി, 2 കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. ഗസ്ലു കഴുകൽ, അർരിജ്ലൈനി 2 കാല്, മാൽ കഅബൈനി ഞെരിയാണി ഉൾപ്പെടെ. വസ്സാദിസു, ആറാമത്തെ ഫർള്, അത്തർത്തീബു, ക്രമപ്രകാരം ചെയ്യൽ. കമാ ദക്കർനാഹു, നാം പറഞ്ഞതുപോലെ. അതായത് നാം ഇപ്പോൾ ഓരോന്നായി ഇവിടെ പറഞ്ഞല്ലോ. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 കൈ കഴുകൽ, 4 തല തടവൽ, 5 കാല് കഴുകൽ. ഇങ്ങനെ ക്രമപ്രകാരം ചെയ്യണം. അല്ലാതെ ക്രമം തെറ്റിച്ച് ആദ്യം കൈ, അല്ലെങ്കിൽ ആദ്യം കാല്, പിന്നെ മുഖം, പിന്നെ തല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റിച്ച് നാം ചെയ്താൽ അത് വുളൂ ആകുന്നതല്ല. അപ്പോൾ വുളൂ ആകണമെങ്കിൽ ക്രമപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. ഈ 6 ഫർളുകളിൽ തല തടവേണ്ടതാണ്, ബാക്കിയെല്ലാം കഴുകണം. മുഖം കഴുകേണ്ടതാണ്, കാല് കൈ കഴുകേണ്ടതാണ്, തല മാത്രമാണ് തടവേണ്ടത്. ഇവിടെ വുളൂഇൻ്റെ ഫർള് അവസാനിച്ചു. ഇത്രയാണ് വുളൂഇൻ്റെ ഫർള്. ഇനി പുതിയൊരു മസ്അലയാണ്. വലവിൻ ഗമസ, മുങ്ങിക്കുളിച്ചാൽ, മുഹ്ദിസുൻ, വുളൂ ഇല്ലാത്ത ഒരാൾ, വെള്ളത്തിൽ, ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു നദിയിലോ മുങ്ങിക്കുളിച്ചു, വെള്ളത്തിൽ മുങ്ങി. ബിനിയത്തിൽ വുളൂഇ, വുളൂഇൻ്റെ നിയ്യത്തോടു കൂടി. വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആദ്യം നിയ്യത്തുണ്ടായിരുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഒരാൾ മുങ്ങിക്കുളിച്ചു.
എന്നാൽ അജ്സഅഹു അവനിക്ക് അത് മതിയാകുന്നതാണ് അനിൽ ഉളൂഇ ഉളൂഇനെ തൊട്ട്. അഥവാ ഉളൂ അവനിക്ക് ലഭിക്കും, പിന്നീട് വീണ്ടും ഉളൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ തർത്തീബ് കാണുകയില്ല. കാരണം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്നത് ചിലപ്പോൾ കാലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവമായിരിക്കും ആദ്യം മുങ്ങുന്നത്. അപ്പോൾ ഉളൂഇൻ്റെ തർത്തീബ് അവിടെ നഷ്ടപ്പെട്ടല്ലോ. ഉളൂഇൻ്റെ തർത്തീബിൽ ആദ്യം നിയത്ത്, പിന്നെ മുഖം കഴുകണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുങ്ങിക്കുളിക്കുമ്പോൾ ആ തർത്തീബ് നഷ്ടപ്പെടുന്നുണ്ട്. നാം കാണുമ്പോൾ അവിടെ തർത്തീബ് കാണുന്നില്ല. എങ്കിലും അവിടെ മുങ്ങിക്കുളിച്ചാൽ, ഉളൂഇൻ്റെ നിയത്തോടു കൂടി മുങ്ങിക്കുളിച്ചാൽ ഉളൂ അവനിക്ക് ലഭിക്കും. നേരെ മറിച്ച് ഹൗലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൻ്റെ ടാപ്പ് തിരിച്ചു ഉളൂ എടുക്കുകയാണെങ്കിൽ അവിടെ തർത്തീബ് നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞ ക്രമപ്രകാരം തന്നെ നിയത്ത് കഴിഞ്ഞ് മുഖം, അത് കഴിഞ്ഞ് കൈ, അത് കഴിഞ്ഞ് തല, അത് കഴിഞ്ഞ് കാല്, ഇങ്ങനെ തർത്തീബ് ക്രമത്തോടു കൂടി ചെയ്യൽ നിർബന്ധമാണ്. അവിടെ ക്രമം തെറ്റിച്ചാൽ ഉളൂ ലഭിക്കുന്നതല്ല. ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നോട്ടിൽ എഴുതി വെക്കാൻ 2 ചോദ്യം. ഒന്ന്, ഉളൂഇൻ്റെ ഫർളുകൾ എത്ര? ഉത്തരം 6. 2, ഉളൂഇൻ്റെ ഫർളുകൾ ഓരോന്നായി നോട്ടിൽ എഴുതുക. ഉത്തരം: 1 നിയത്ത്, 2 മുഖം കഴുകൽ, 3 കൈ രണ്ടും മുട്ടോടു കൂടി കഴുകൽ, 4 തല അല്പം തടവൽ, 5 കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ, 6 തർത്തീബ് ക്രമപ്രകാരം ചെയ്യൽ. ഈ 2 ചോദ്യവും ഉത്തരവും അല്ലാതെ പാഠത്തിൽ പറഞ്ഞ ഓരോ പദത്തിൻ്റെയും അർത്ഥം എഴുതേണ്ടതാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടരും. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.